ക്ലാസ് 7 എക്സസൈസ് 6.5 തേർഡ് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. എ 15 meter long ladder reached a window 12 meter high from the ground on placing it against a wall at a distance a. Find the distance of the foot of the ladder from the wall. അതായത് ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വോൾ ഉണ്ട്, ലാഡർ ഉണ്ട്, ഇല്ലേ? അപ്പം ഇത് 12 meter ഹൈറ്റ് ഉള്ള വോളാണ്. ആ വോളിലേക്ക് ഒരു ലാഡർ 15 meter ഹൈറ്റ് ഉള്ള ഒരു ലാഡർ ചാരി വെച്ചിരിക്കുന്നു. അങ്ങനാണെങ്കിൽ ഈ ലാഡറിന്റെ ഫൂട്ടും വോളിന്റെ ഫൂട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മീൻസ് എ എന്ന് പറയുന്നതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ലെറ്റർ, അൺനോൺ വേരിയബിൾ ആണ്. അപ്പൊ ഈ എ എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം വോൾ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്, ഇല്ലേ? വോൾ എന്ന് പറയുന്നത് ഒരു പെർപെൻഡിക്കുലർ ആണ്. അങ്ങനാണെങ്കിൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അങ്ങനാണെങ്കിൽ നമുക്ക് ലാഡറിന്റെ പിന്നെ ബേസ്, അതായത് ലാഡറിന്റെ ബേസും അല്ലെങ്കിൽ ഫൂട്ടും വോളിന്റെ ഫൂട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. ബൈ പൈതഗോറസ് തിയറം റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണോ അതാണ് ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എഴുതാം. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ്. ഇവിടെ നോക്കുക, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 15 meter എന്ന് തന്നിട്ടുണ്ട്. 15 square ഈസ് ഈക്വൽ ടു ബേസ് നമുക്കറിയില്ല, എ ആണ് കൊടുത്തേക്കുന്നത്, എ സ്ക്വയർ. ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 12 ആണ്, 12 സ്ക്വയർ. 15 സ്ക്വയർ 225 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 144. or a square is equal to 225 minus 144 എന്ന് എഴുതാം. 225 ൽ നിന്ന് 144 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 81. a square is equal to 81 or a is equal to നമുക്കറിയാം square root of 81, that is equal to 9 meter എന്ന് കിട്ടും. അപ്പോൾ foot of the ladderഉം പിന്നെ ഫുട്ട് ഓഫ് ദി വോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ, എത്ര മീറ്റർ എന്ന് നമുക്ക് കിട്ടി? 9 meter എന്ന് കിട്ടി. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി ദ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ? അതായത് താഴെ കൊടുത്തിരിക്കുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സ് ആകാൻ കഴിയുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മളത് ചെക്ക് ചെയ്യണം. ഇത് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സ് ആണോ എന്ന്. നമുക്കറിയാം ഒരു റൈറ്റ് ട്രയാങ്കിളിലെ ലോങ്സ്റ്റ് സൈഡ് എന്ന് പറയുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു നോക്കാം. അതിലെ ലോങ്സ്റ്റ് സൈഡിനെ നമുക്ക് 6.5 എന്ന് കൊടുക്കാം. ബാക്കി 6 സെന്റിമീറ്ററും 2.5 സെന്റിമീറ്ററും ആയിട്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ്സ് പൈതഗോറസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എന്താണ് പൈതഗോറസ് പ്രോപ്പർട്ടി പറയുന്നത്? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ്. ഇവിടുത്തെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് 6.5 ആണ്. അങ്ങനെയാണെങ്കിൽ 6.5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? 6 square പ്ലസ് 2.5ന് ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സ് ആണെന്ന് പറയാൻ പറ്റും. മനസ്സിലായല്ലോ? ഇവിടെ നോക്കാം, 6.5ന്റെ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 42.25 എന്ന് എഴുതാം. That is equal to 6 square 36 ആണ്. 2.5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 6.25 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. അതായത് 42.25ന് ഈക്വൽ ആണോ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നത് എന്നാണ് നോക്കേണ്ടത്. 36 പ്ലസ് 6.25 എന്ന് പറയുന്നത് 42.25 തന്നെയാണ്. സോ 42.25 ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സോ ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ അറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കൊരു പേര് കൊടുക്കാം, ABC at B എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. Then second question ഇതാണ്. 2 centimeter 2 centimeter 5 centimeter. നേരത്തെ ചെയ്ത പോലെ തന്നെ ലോങ്സ്റ്റ് സൈഡ് ആണ് നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് എടുക്കേണ്ടത് 5 centimeter. ബാക്കി 2 centimeter 2 centimeter നമുക്ക് ചെക്ക് ചെയ്യാം. 5 square എന്ന് പറയുന്നത് 2 square plus 2 square ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. 5 square is 25, 2 square is 4, 2 square is 4. So 25 is not equal to 8. അല്ലേ?
അപ്പം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ അല്ല എന്നാണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് എ റൈറ്റ് ട്രയാങ്കിൾ. ഇറ്റ് ഈസ് നോട്ട് എ റൈറ്റ് ട്രയാങ്കിൾ. മനസ്സിലായല്ലോ? പൈതഗോറസ് പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സ് അല്ല. തേർഡ് പാർട്ട് 1.5 സെന്റിമീറ്റർ, 2.5 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ. ഇവിടെയും നമുക്ക് അടയാളപ്പെടുത്താൻ ലോങ്സ്റ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ് ആണ് 2.5, 2 സെന്റിമീറ്റർ, 1.5 സെന്റിമീറ്റർ. Then hypotenuse square 2.5 square എന്തിന് ഈക്വൽ ആയിരിക്കണം? ബേസ് സ്ക്വയർ പ്ലസ് 42 സ്ക്വയറിന് ഈക്വൽ ആയിരിക്കണം. 2.5 സ്ക്വയർ എന്ന് പറയുന്നത് 6.25 ആണ്. 2 സ്ക്വയർ ഈസ് 4, 1.5 സ്ക്വയർ ഈസ് 2.25. ഇത് ആഡ് ചെയ്യുമ്പോൾ നോക്കുക, 4 + 2 6, 6.25. ലെഫ്റ്റ് സൈഡും 6.25 എന്ന് കിട്ടി. അതുകൊണ്ട് ഇത് പൈതഗോറസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. സോ ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, സോ ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ ട്രീ ഈസ് ബ്രോക്കൺ അറ്റ് എ ഹൈറ്റ് ഓഫ് 5 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട് and its top touches the ground at a distance of 12 meter from the base of the tree. Find the original height of the tree. ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ട്രീ, നമുക്കറിയാം ട്രീ ഒരു പെർപെൻഡിക്കുലർ ആണ്. ഒരു ട്രീ ഗ്രൗണ്ട് ലെവലിൽ നിന്നും 5 മീറ്റർ പൊക്കത്തിലായപ്പോൾ, ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ, മീൻസ് ഗ്രൗണ്ട് ലെവലാണ്. ഈ ഗ്രൗണ്ടിൽ നിന്നും ഒരു ട്രീ നിൽക്കുകയാണ്. ഈ ട്രീ ഗ്രൗണ്ടിൽ നിന്നും 5 മീറ്റർ പൊക്കത്തിലായപ്പോൾ ഈ ട്രീ ബ്രോക്ക് ഡൗൺ, ഇല്ലേ? അതായത് അത് ഒടിഞ്ഞ് താഴേക്ക് വീണു. അത് 5 മീറ്റർ പൊക്കത്തിൽ എത്തിയപ്പോഴേക്കും അത് ഗ്രൗണ്ടിലേക്ക് ഒടിഞ്ഞു വീണു. അപ്പോൾ ഈ ട്രീയുടെ ഹൈറ്റ് നമുക്ക് അറിയത്തില്ല. ട്രീയുടെ ഹൈറ്റ് 5 മീറ്ററിൽ മേലെയാണ് ട്രീയുടെ ഹൈറ്റ്. എന്നാൽ 5 മീറ്റർ ഹൈറ്റിൽ വെച്ചാണ് ട്രീ ഒടിഞ്ഞു വീണേക്കുന്നത്. അത് അതിന്റെ മുകൾ ഭാഗം ഗ്രൗണ്ട് ലെവലിലേക്കാണ് വന്നിരിക്കുന്നത്, ഗ്രൗണ്ടിലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഗ്രൗണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 12 മീറ്റർ ഫ്രം ദ ബേസ് ഓഫ് ദി ട്രീ. ഈ ട്രീയിൽ നിന്നും 12 മീറ്റർ അകലത്തിലായിട്ടാണ് ഈ ഒടിഞ്ഞു വന്ന ട്രീ ഗ്രൗണ്ടിൽ വന്ന് ടച്ച് ചെയ്തേക്കുന്നത്. അപ്പം ഇത് ട്രീയുടെ ഒടിഞ്ഞു കിടക്കുന്ന ഭാഗമാണ്. അത് ഗ്രൗണ്ടിൽ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ ടച്ച് ചെയ്ത ഈ പോർഷനും ഈ ട്രീയുടെ ബേസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത്, ഫൈൻഡ് ദ ഒറിജിനൽ ഹൈറ്റ് ഓഫ് ദി ട്രീ. ഞാൻ പറഞ്ഞല്ലോ, ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയത്തില്ല. 5 മീറ്ററിന് മുകളിലാണ് ട്രീയുടെ ഹൈറ്റ്. എന്നാൽ 5 മീറ്ററിൽ വെച്ചാണ് ഇത് ഒടിഞ്ഞു വീണിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഒടിഞ്ഞ പോർഷനും ഈ ഒരു പോർഷനും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒറിജിനൽ ട്രീയുടെ ഹൈറ്റ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? 5 മീറ്റർ പൊക്കത്തിലുള്ള ട്രീ ഇവിടെ ഇരിപ്പുണ്ട്. മുകൾ ഭാഗമാണ് ഒടിഞ്ഞു വീണേക്കുന്നത്. ആ ഹൈറ്റ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഈ കാണുന്നത്. നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം, ABC. അപ്പോൾ ട്രീയുടെ ഒറിജിനൽ ഹൈറ്റ് എന്ന് പറയുന്നത്, ഒറിജിനൽ ഹൈറ്റ് ഓഫ് ദി ട്രീ, ഒറിജിനൽ ഹൈറ്റ് ഓഫ് ട്രീ എന്ന് പറയുന്നത് എന്തായിരിക്കും? AC + BC ആയിരിക്കും. കാരണം BCയും ACയും തമ്മിൽ ആഡ് ചെയ്യുന്നതാണ് ഈ ട്രീയുടെ യഥാർത്ഥ ഉയരം. ഇവിടെ BC മാത്രമേ നമുക്കറിയത്തുള്ളൂ. നമുക്കിനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് AC ആണ്. നമുക്കറിയാം ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് നമുക്കറിയാം. ട്രീ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ബൈ യൂസിങ് പൈതഗോറസ് തിയറം, യൂസിങ് പൈതഗോറസ് തിയറം. എന്താണ് പൈതഗോറസ് തിയറം പറയുന്നത്? AC² = AB² + BC². AC² നമുക്കറിയില്ല. AB എന്ന് പറയുന്ന 12² ആണ്. BC എന്ന് പറയുന്ന 5² ആണ്. 12² is 144, 5² is 25, so 169. AC² = 169, AC² = 13 square ആണ് 169. അങ്ങനെയാണെങ്കിൽ AC എന്ന് പറയുന്നത് എന്തായിരിക്കും? 13 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് AC കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഹൈറ്റ് ഓഫ് ട്രീ എന്തായിരിക്കും? AC + BC ആണ്
ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എ സി എന്ന് പറയുന്നത് 13 മീറ്റർ എന്ന് കിട്ടി, ബി സി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ 5 മീറ്റർ, സോ 18 മീറ്റർ. അപ്പോൾ ഒറിജിനൽ ഹൈറ്റ് ഓഫ് ദി ട്രീ എന്ന് പറയുന്നത് എത്ര എന്ന് നമുക്ക് കിട്ടി? 18 മീറ്റർ എന്ന് കിട്ടി. മനസ്സിലായല്ലോ?